നമ്മൾ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസായി അത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ ബ്രെഡ്, നാൻ, പൊറോട്ട ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസായി അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിച്ചേരും. എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ അത്രയും അധികം ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പാൻക്രിയാറ്റിക് ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുകയും ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. സോ ടൈപ്പ് 1 ഡയബറ്റീസിൽ എന്താണ് സംഭവിക്കുക? പാൻക്രിയാറ്റിക് ഗ്രന്ഥി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നിർത്തിവെക്കും. അതിന്റെ ഫലമായി ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടുകയും അത് സെല്ലുകളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. ടൈപ്പ് 2 ഡയബറ്റീസ് വന്നിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ സെല്ലുകൾ ഈ ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും അതിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് സെല്ലുകളിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായി ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിൽ സംഭവിക്കുന്നതാണ്.